നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 144 CRPC സെക്ഷൻ 144നെ പറ്റിയിട്ടും അതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ഡ്യൂറേഷനൊക്കെ പറയത്തില്ലേ, അങ്ങനെ കുറച്ച് പോയിന്റ്സ് ആണ്. അപ്പോൾ എക്സാക്റ്റ് CRPC സെക്ഷൻ 144 അല്ല ഞാൻ പറയുന്നത്. 144 നിന്നായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് പല എക്സാംസിലും പ്രതീക്ഷിക്കുന്നത്. കാരണം 144 നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു സെക്ഷനാണ് അല്ലേ. അപ്പം നിങ്ങളിൽ പലർക്കും ഇത് അറിയാമായിരിക്കും, മിക്കവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണിത്. അപ്പോൾ ഇതിനകത്ത് അഡീഷണൽ കയറി വരുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പം അഡീഷണൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുമാത്രമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. എബൌട്ട് ദി സെക്ഷൻ 144 CRPC എന്താണിത്? ദിസ് ലോ എംപവേഴ്സ് ദ മജിസ്ട്രേറ്റ് ഓഫ് എനി സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഇൻ ഇന്ത്യ to pass an order prohibiting the gathering of 4 or more people in a specified area. അപ്പോൾ നമ്മൾ കൊറോണയൊക്കെ വന്ന സമയത്ത് എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു 144 പ്രഖ്യാപിച്ചു എന്ന്. എന്താണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മജിസ്ട്രേറ്റിന് കൊടുക്കുന്ന ഒരു പവറാണ്. ഒരു ഡിസ്ട്രിക്ട് കളക്ടറോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിനോ ഇത് പുറപ്പെടുവിക്കാം. എന്താണ്? ഒന്നുകിൽ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിൽ പുറപ്പെടുവിക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് 144 അല്ലേ. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നോക്കുക. 4 അതിലധികമോ ആൾക്കാർ ഒരുമിച്ച് കൂടി ഒരു സ്പെസിഫൈഡ് ഏരിയയിൽ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് കൂടി നിൽക്കാൻ പാടില്ല. കൂട്ടം കൂടി 4 അതിൽ കൂടുതൽ ആൾക്കാരോ നിൽക്കാൻ പാടില്ല എന്ന് മജിസ്ട്രേറ്റിന് ഓർഡർ കൊടുക്കാൻ പറ്റുന്നതാണ് 144. അതാണ് ചുരുക്കം. കൂട്ടം കൂടൽ പാടില്ല. It is imposed in urgent cases of nuisance or apprehended danger of some event that has the potential to cause trouble or damage the human life or property. ഇത് എപ്പോഴാണ് ഇനിയും പ്രഖ്യാപിക്കുന്നത്? 4 അതിൽ കൂടുതൽ ആൾക്കാർ ഒരു സ്പെസിഫൈഡ് ഏരിയയിൽ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല എന്നാണ് നിയമം. 144 പറയുന്നത്. അത് മജിസ്ട്രേറ്റ് ആണ് പ്രഖ്യാപിക്കുന്നത്. ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ആണ് പ്രഖ്യാപിക്കുന്നത്. കൂടുതൽ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു അർജന്റ് കേസ് ഓഫ് ഒരു ശല്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകട സാധ്യത മുന്നിൽ കണ്ടിട്ടോ അല്ലെങ്കിൽ ആൾക്കാരുടെ ജീവൻ ആപത്താണെന്നോ അല്ലെങ്കിൽ ഒരു വസ്തു നശിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ ഒരു അപായ സൂചന ഉണ്ടാകുമ്പോഴാണ് ആ ഓർഡർ നടപ്പിലാക്കുന്നത്. ദിസ് ഓർഡർ ക്യാൻ ബി പാസ്ഡ് എഗൻസ്റ്റ് എ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഓർ ജനറൽ പബ്ലിക്. ഒന്നുകിൽ ഒരു ഇൻഡിവിജ്വലിനെ നമുക്ക് 144 പ്രഖ്യാപിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ജനറൽ പബ്ലിക്കിൻ്റെ മുകളിലായിട്ട് നമുക്ക് 144 CRPC സെക്ഷൻ. അതായത് ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ആ ഇൻഡിവിജ്വൽ കൂട്ടം കൂടി ചർച്ച ചെയ്യാൻ പാടില്ല മറ്റു ആൾക്കാരുമായിട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ജനറൽ പബ്ലിക്. ഇപ്പം എൻ്റെ ഒരു ഏരിയയിൽ 144 പ്രഖ്യാപിച്ചാൽ ആ ഒരു സ്പെസിഫിക് ഒരു വാർഡിനകത്ത് 144 പ്രഖ്യാപിച്ചു, എന്താ സംഭവിക്കുന്നത്? വാർഡിനകത്ത് 4 കൂടുതൽ ആൾക്കാർ കൂട്ടം ചേർന്ന് നിന്ന് ഗൂഢാലോചന ചെയ്യുന്നത് കണ്ടാൽ പോലീസിനെ അറസ്റ്റ് ചെയ്യാം. അതാണ് 144. മനസ്സിലായല്ലോ. ഇനി ഫീച്ചേഴ്സ് ഓഫ് സെക്ഷൻ 144 നോക്കിയേ. ഇറ്റ് പ്ലേസസ് റെസ്ട്രിക്ഷൻസ് ഓൺ ഹാൻഡ്ലിംഗ് ഓർ ട്രാൻസ്പോർട്ടിംഗ് എനി കൈൻഡ് ഓഫ് വെപ്പൺ ഇൻ ദ ഗിവൺ ജൂറിസ്ഡിക്ഷൻ. ദ മാക്സിമം പണിഷ്മെന്റ് ഫോർ സച്ച് ആൻ ആക്ട് ഇൻ 3 years. ഒന്നാമത്തെ ഫീച്ചർ എന്താണ്? ഒരു തരത്തിലും ഈ ഒരു 144 പ്രഖ്യാപിച്ചാൽ ആ ഒരു ഏരിയയിൽ ഒരു തരത്തിലുള്ള വെപ്പൺസ്, കത്തിയോ തോക്കോ അങ്ങനെ ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്പോർട്ട് ചെയ്യാനോ ഹാൻഡിൽ ചെയ്യാനോ സാധിക്കത്തില്ല. ഗിവൺ ജൂറിസ്ഡിക്ഷനിൽ എവിടെയാണോ 144 പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ ജൂറിസ്ഡിക്ഷന്റെ അണ്ടറിൽ ഒരു തരത്തിലുള്ള വെപ്പൺസും യൂസ് ചെയ്യാനോ ട്രാൻസ്പോർട്ട് ചെയ്യാനോ പറ്റില്ല. അങ്ങനെ പിടിച്ചാൽ 3 വർഷമായിരിക്കും അതിന്റെ പണിഷ്മെന്റ് എന്ന് പറയുന്നത്, തടവ് ശിക്ഷയായിരിക്കും. അക്കോർഡിംഗ് ടു ദ ഓർഡർ അണ്ടർ ദിസ് സെക്ഷൻ there shall be no movement of public and all education institutes shall also remain closed. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ നിർത്തലാക്കും. അതുപോലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തൽക്കാലത്തേക്കൊന്ന് നിർത്തിവെക്കും, അടച്ചിടും. ഫർദർ ദർ വിൽ ബി എ കംപ്ലീറ്റ് ബാർ ഓൺ ഹോൾഡിംഗ് എനി കൈൻഡ് ഓഫ് പബ്ലിക് മീറ്റിംഗ്സ് ഓർ റാലീസ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ദിസ് ഓർഡർ. ഇങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ, അതായത് 144 പ്രഖ്യാപിച്ചിരിക്കുമ്പം അവിടെ പബ്ലിക് മീറ്റിംഗ്സോ അല്ലെങ്കിൽ റാലികളോ ഒന്നും ആ പീരീഡിൽ ഇത്ര ദിവസം തൊട്ട് ഇത്ര വരെ ഒരാഴ്ച 144 എന്ന് പറഞ്ഞാൽ ഒരാഴ്ച ഇതൊന്നും നടത്താൻ പാടില്ല. ഇറ്റ് ഈസ് ഡീംഡ് എ പണിഷബിൾ ഒഫൻസ് ടു ഒബ്സ്ട്രക്ട് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് ഫ്രം ഡിസ്ബാൻഡിംഗ് അൺലോഫുൾ അസംബ്ലി. ഇനി ഇത് തടയാനായിട്ട് വരുന്ന നിയമപാലകരുണ്ടല്ലോ, എന്തെങ്കിലും തരത്തിൽ ഒരു ലോഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ വരുന്ന ആ ഒരു എൻഫോഴ്സ് ചെയ്യാൻ വരുന്ന ഏജൻസീസ്, അതായത് നിയമപാലകരെ തടയുന്നതും എന്താണ്? കുറ്റമാണ്. അവൻ നിയമം നടപ്പിലാക്കാൻ വരുന്നവരെ തടയുന്നതും ഒരു കുറ്റമാണ്. ഇറ്റ് ഓൾസോ എംപവേഴ്സ് ദ അതോറിറ്റി ടു ബ്ലോക്ക് ഇന്റർനെറ്റ് ആക്സസ് ഇൻ ദ റീജിയൻ. അതുപോലെ അതോറിറ്റീസിന് എന്തിനുള്ള ഇതുണ്ട്? ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് കംപ്ലീറ്റ് കട്ട് ചെയ്യുക.
ആ ഒരു ഏരിയയിൽ വേണമെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ഫെസിലിറ്റീസ് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു പവറും അതോറിറ്റിക്കുണ്ട്. ദ അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് 144 ഈസ് ടു മെയിൻറ്റെയിൻ പീസ് ആൻഡ് ഓർഡർ ഇൻ ദ ഏരിയസ് വെയർ ട്രബിൾ കുഡ് ഇറപ്റ്റ് ടു ഡിസ്റ്റർബ് ദ റെഗുലർ ലൈഫ്. നിത്യജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ അവിടെ സമാധാനം നിലനിർത്താനാണ് 144 പ്രഖ്യാപിക്കുന്നത്. ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇനി ഡ്യൂറേഷൻ എങ്ങനെയാണ്? നോ ഓർഡർ അണ്ടർ ദിസ് സെക്ഷൻ ക്യാൻ റിമൈൻ ഇൻ ഫോഴ്സ് ഫോർ എ പീരിയഡ് ഓഫ് മോർ ദാൻ 2 months. 2 മാസത്തിൽ കൂടുതൽ പാടില്ല. Under the state government discretion, it can choose to extend the validity of 2 or more months with the maximum validity extended to 6 months. ഇനി അണ്ടർ ഗവൺമെന്റ് ഡിസ്ക്രിഷൻ, ഗവൺമെന്റിന്റെ ഓർഡറോട് കൂടിയിട്ടാണെങ്കിൽ, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുകയാണെങ്കിൽ ഈ 2 മാസം എന്നുള്ളത് 6 മാസം വരെ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. 144 ഒരു ഏരിയയിൽ പ്രഖ്യാപിക്കാം. Once the situations become normal, section 144 leave it can be withdrawn. എപ്പോഴാണോ ഈ ഒരു സിറ്റുവേഷൻ, ആ ഒരു അക്രമ കലാപ സിറ്റുവേഷൻ മാറുന്നത്, ആ സമയത്ത് ഇത് മാറ്റുകയും ചെയ്യാം. ഇനി എന്താണ് കർഫ്യൂ? നമുക്കറിയാം ലോക്ക്ഡൗൺ അഥവാ കർഫ്യൂ പ്രഖ്യാപിക്കാന്ന് പറയത്തില്ലേ. അപ്പോൾ 144 കർഫ്യൂ ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ 144 കർഫ്യൂ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സെക്ഷൻ 144 പ്രൊഹിബിറ്റ് ഗ്യാതറിംഗ് ഓഫ് 4 or more people in the concerned area while during curfew people are instructed to stay indoors for a particular period of time. The government put a complete restriction on the traffic as well. നമ്മളിപ്പോൾ പറഞ്ഞ എന്താ, നമ്മുടെ 144 പ്രഖ്യാപിച്ചാൽ 4-ൽ കൂടുതൽ ആൾക്കാർ നിൽക്കരുതെന്നേ ഉള്ളൂ അല്ലേ. എന്നാൽ കർഫ്യൂവിൽ എന്താ പ്രത്യേകത? കർഫ്യൂ വരുന്ന സമയത്ത് ആരും വെളിയിൽ ഇറങ്ങാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതായത് ട്രാഫിക് എല്ലാം അങ്ങ് നിർത്തിവെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ മാർക്കറ്റും സ്കൂളും കോളേജസ് ആൻഡ് ഓഫീസസ് റിമൈൻസ് ക്ലോസ്ഡ് അണ്ടർ ദ കർഫ്യൂ ആൻഡ് ദി ഓൺലി എസെൻഷ്യൽ സർവീസ് ആർ അലൗഡ് ടു റൺ ഓൺ പ്രയർ നോട്ടീസ്. അപ്പോൾ കർഫ്യൂ വരുന്ന സമയത്ത് മാർക്കറ്റും കോളേജും സ്കൂളും എല്ലാം അങ്ങ് അടയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഈ സമയത്ത് 144 പ്രഖ്യാപിക്കുന്ന ആവശ്യക്കാർക്ക് ഇറങ്ങിയിട്ട് ഒറ്റയ്ക്ക് പോകാം, ഗൂഢാലോചന പാടില്ലെന്നേ ഉള്ളൂ. മറ്റിടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് അടയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഒരു നോട്ടീസ് ഉണ്ടാകുന്നവരെ എല്ലാം അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 144 പ്രത്യേകതകൾ എന്താണ്? 144 ഞാനിത് എടുത്ത് പറയാൻ കാരണം മിക്കവാറും ക്വസ്റ്റ്യൻ ഇതിൽ നിന്നും റിലേറ്റഡ് ആയിട്ട് കാണും. അപ്പം 144 ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.